നല്ലൊരു ഡെസേർട്ട് റെസിപ്പി കാണാം. മാംഗോ പാനക്കോട്ട. ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. 2 ലെയറാണ് ഈ ഡെസേർട്ടിനുള്ളത്. പഴുത്ത മാങ്ങ വെച്ച് താഴെ ഒരു ലെയറും മേലെ നല്ല ക്രീമി ആയിട്ടുള്ള പാലിൻ്റെ ലെയറും. ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ 1 ടീസ്പൂൺ ജെലറ്റിൻ, 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് 2 വലിയ പഴുത്ത മാങ്ങ പൾപ്പെടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത പൾപ്പ് ഏകദേശം 1.25 കപ്പ് ഉണ്ടാവും. ഇനി ഒരു സോസ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പഞ്ചസാര നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്തെടുത്ത ജെലറ്റിൻ ചേർത്ത് കൊടുക്കാം. ജെലറ്റിൻ ചേർത്ത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. മാംഗോയുടെ പൾപ്പ് ചേർത്ത് ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തു. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. മാങ്ങയുടെ നാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെയാണ് അരിച്ചെടുത്തത്. ഇനി ഡെസേർട്ട് സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് 45 ഡിഗ്രിയിൽ ചെരിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പുഡിങ്ങിന് ഒരു ഡിസൈനായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള മാംഗോയുടെ മിക്സ് വേറൊരു 2 ഡെസേർട്ട് ഗ്ലാസ്സിലും കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ക്രീമി പാലിൻ്റെ ലെയർ ഉണ്ടാക്കാനായിട്ട് വീണ്ടും 1 ടീസ്പൂൺ ജെലറ്റിൻ, 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം. 1.25 കപ്പ് പാല് തിളയ്ക്കാനായിട്ട് ഗ്യാസിലേക്ക് വയ്ക്കാം. ഈ 1.25 കപ്പ് പാലെടുക്കുന്നതിന് പകരം 1/4 കപ്പ് പാല് 1/4 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് ഇതുണ്ടാക്കാം. ഞാനിപ്പോൾ പാല് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1.25 കപ്പ് പാല് തിളച്ച് 1 കപ്പ് പാലാവുന്നവരെ വറ്റിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് പാല് 1 കപ്പ് ആവുന്നതുവരെ തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി. പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ജെലറ്റിൻ ചേർത്ത് കൊടുക്കാം. ജെലറ്റിൻ ചേർത്ത് നന്നായിട്ട് അലിയിച്ചെടുക്കുക. ഈ മിൽക്കിൻ്റെ ടെക്സ്ചർ നല്ല ക്രീമി ആയിട്ടിരിക്കണം. ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. പാല് നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പാലിൻ്റെ പാടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാനായിട്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം സെറ്റായിട്ടിരിക്കുന്ന ആ ഡെസേർട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായി ചൂടാറി വന്നു. മാംഗോൻ്റെ പോർഷൻ ഒഴിച്ചത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ഈ മിൽക്കിൻ്റെ മിക്സ് നന്നായി ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുക. ഡയറക്റ്റ് പാല് മാംഗോ മിക്സിൻ്റെ മേലെ ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാംഗോയുടെ ആ സെറ്റായിട്ടിരിക്കുന്നത് സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള പാല് അടുത്ത ഡെസേർട്ട് ഗ്ലാസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. 2 ഡെസേർട്ട് ഗ്ലാസിൻ്റെയും മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച്, ഫ്രീസറിലല്ല താഴത്തെ തട്ടിൽ 6 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു. പാലിൻ്റെ മിക്സും നല്ല സെറ്റായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പുഡിങ്ങാണ്. എനിക്ക് ഈ ഗ്ലാസ്സിൽ പുഡിങ്ങാണ് കാണാൻ കൂടുതൽ ഇഷ്ടമായത്. മേലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മാംഗോ പീസും ഭംഗിക്ക് ഒരു പുതിന ലീഫും വെച്ച് സെർവ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫ്രിഡ്ജിൽ ഇത് എടുത്തു വെച്ചപ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ പുഡിങ്ങിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇങ്ങനെ പുഡിങ് എടുത്ത് വയ്ക്കുമ്പോൾ ക്ലിങ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കും. ഞാൻ പണ്ട് സ്ട്രോബെറി ഇതുപോലെ തന്നെ പാനക്കോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ മാംഗോ പാനക്കോട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ എടുക്കുമ്പോൾ പാലിൻ്റെ പോർഷനും മാംഗോയുടെ പോർഷനും ഒരുമിച്ച് കിട്ടുന്ന വിധത്തിൽ എടുത്ത് കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പാകത്തിന് മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരമൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഉണ്ടാക്കാം. നല്ല രുചിയായിട്ടുണ്ട് ഈ പുഡിങ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഉണ്ടാക്കാനും വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്.
അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്